ഹായ്, ഇന്നത്തെ വിഷയം ഇലൂമിനാറ്റി. ഇലൂമിനാറ്റി ഈ ലോകം കൺട്രോൾ ചെയ്യുമോ? ഇലൂമിനാറ്റി പറയുന്നതെല്ലാം നമുക്ക് അനുസരിക്കേണ്ടി വരുമോ? നമ്മളെല്ലാം ഇലൂമിനാറ്റിയുടെ കീഴിലാവുമോ? നമ്മുടെയൊക്കെ ജീവിതം ഇലൂമിനാറ്റിക്ക് മുമ്പിൽ അടിയറവ് പറയേണ്ടി വരുമോ? 19 വയസ്സുള്ള എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ചില ക്വസ്റ്റ്യൻസാണ് എന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അപ്പോൾ ഇലൂമിനാറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു വേർഡിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ എൻലൈറ്റ്മെൻറ്റ് എന്നാണ്. എൻലൈറ്റ്മെൻറ്റിൻ്റെ മലയാളം എന്ന് പറയുന്നത് ജ്ഞാനോദയം അല്ലെങ്കിൽ ബോധോദയം എന്നാണ്. ബോധോദയം അഥവാ ഈ എൻലൈറ്റ്മെൻറ്റ് നമ്മൾ ആദ്യമായിട്ട് കേട്ടിട്ടുള്ളത് ശ്രീബുദ്ധന് ഡീപ്പ് മെഡിറ്റേഷൻ ധ്യാനത്തിൽ പോകുമ്പോൾ ജ്ഞാനോദയം ഉണ്ടായി അല്ലെങ്കിൽ ബോധോദയം ഉണ്ടായി സിദ്ധിച്ചു. അതിനുശേഷമാണ് ഗൗതമൻ ശ്രീബുദ്ധനായിട്ട് മാറിയത്. അതാണ് നമ്മൾ ആദ്യമായി കേൾക്കുന്ന ഒരു എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ശരിക്കും എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ പരമോന്നത ശക്തി എന്ന് പറയുന്ന ദൈവം എന്ന് പറയുന്ന ആ ഒരു വലിയ ശക്തിയുടെ സഹായം കൊണ്ട് നമ്മളുടെ ഇൻ്റലിജൻസിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിനിൻ്റെ മാക്സിമം പവർ നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, അതാണ് ഒരു സിമ്പിൾ ആയിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഒരു മീനിങ്. അതായത് നമ്മുടെ ബുദ്ധി എത്രത്തോളം നമുക്ക് പരിപൂർണമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഈ എൻലൈറ്റ്മെൻറ്റിൻ്റെ ഒരു ഡീപ്പ് ഒരു അർത്ഥത്തിലേക്ക് പോയാൽ ചിലപ്പോൾ സ്പിരിച്വലി മീനിങ് അങ്ങനെയൊക്കെ വരും. പക്ഷേ സാധാരണക്കാരിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധി, നമ്മുടെ ഇൻ്റലിജൻസ് നമുക്ക് എങ്ങനെ നന്നായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ചീത്ത രീതിയിൽ ഉപയോഗിക്കാം, പക്ഷേ അതിൻ്റെ മാക്സിമം പവറിൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് എൻലൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ എല്ലാ കഴിവുകളും പുറത്തേക്ക് കൊണ്ടുവരിക വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സഹായത്തോടെ മാത്രം. അപ്പോൾ അതാണ് ശരിക്കും ആ ഒരു ഈ ഇലൂമിനാറ്റി എന്ന് പറയുന്നത്. അത് സ്റ്റാർട്ട് ചെയ്തത് ഈ അർത്ഥത്തെ ന്യായീകരിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത് പോലെ ഏതൊരു മൂവ്മെൻ്റ് ആയാലും ഏതൊരു പ്രസ്ഥാനമായാലും ഏതൊരു സംഘടനയായാലും ഉണ്ടാവുന്നത് എന്തെങ്കിലുമൊക്കെ മനുഷ്യരുടെ മനസ്സിലൊരു മുറിവ് ഏൽക്കുമ്പോഴാണ്. അതായത് ഇത് ശരിക്കും ഉണ്ടായത് ബവേറിയ എന്നൊരു സ്ഥലത്താണ്, ജർമ്മനിയിലാണത്. അപ്പോൾ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഈ ചില നിയമവശങ്ങളും ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസും പിന്നെ അവിടെ ഉണ്ടായിരുന്ന മതപരമായ ചില അടിച്ചമർത്തലുകളും മൂലം ആദം വിഷപ്പട്ട് എന്ന ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. പുള്ളിയായിട്ട് ഈ ഒരു അടിച്ചമർത്തലിനെ എതിരായിട്ട് ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി, മനുഷ്യൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പുള്ളി രൂപം കൊടുത്താണ് ഇലൂമിനാറ്റി എന്ന ആദ്യത്തെ സംഘടന എന്ന് പറയുന്നത്. ഒരു സീക്രട്ട് ഗ്രൂപ്പാണ്. ഇതെല്ലാം സീക്രട്ടായിട്ടേ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സംഘടനകളാണ്. അപ്പോൾ ആദ്യമൊക്കെ ഇതിൽ മെമ്പേഴ്സ് കുറവായിരുന്നു. പക്ഷേ പിന്നെ പലരും ഇതിൻ്റെ അകത്ത് ഇൻഫ്ലുവൻസ് ആയിട്ട് ഒരുപാട് മെമ്പേഴ്സൊക്കെ വന്നു. പക്ഷേ ഇലൂമിനാറ്റി വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശത്തിൽ നിന്ന് ഒരുപാട് മാറിപ്പോയി. അതിപ്പം ഏത് കാര്യമായാലും അങ്ങനെ ഉണ്ടാകുമ്പോൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുമ്പം നല്ല ഉദ്ദേശത്തോട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതിൽ പല ആൾക്കാരൊക്കെ വന്നു ചേർന്ന് അതിൻ്റെ ഉദ്ദേശമേ മാറിപ്പോകും. സോ ഇലൂമിനാറ്റി അങ്ങനെ തന്നെയാണ്. ബേസിക്കലി ഇലൂമിനാറ്റി എന്ന് വെച്ചാൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഇലൂമിനാറ്റി അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഫുൾ കൺട്രോൾ ഏറ്റെടുക്കും, അങ്ങനെയൊക്കെ രീതിയിലാണ്. അപ്പം പല ആൾക്കാർ പല രീതിയിലാണ് അതിനെ കാണുന്നത്. ബേസിക്കലി ഒരാളുടെ ഇൻഫ്ലുവൻസ് അതിപ്പം പോസിറ്റീവായാലും നെഗറ്റീവായാലും നമുക്ക് എത്രത്തോളം മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മളുടെ കോൺഫിഡൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സാധാരണ ഏറ്റവും അടുത്ത് കേട്ടിട്ടുള്ള നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഒരു സ്റ്റോറിയാണ്. പൃഥ്വിരാജ് ഇലൂമിനാറ്റിയാണ്. പൃഥ്വിരാജിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളിയുടെ അടുത്ത് ചോദിക്കുകയാണ്, 20 വർഷത്തിന് ശേഷം താങ്കൾ എവിടെയായിരിക്കും? ആ എക്സാക്റ്റ് കാര്യം 20 വർഷത്തിന് ശേഷം നടന്നു എന്നുള്ളതാണ്. അത് പുള്ളി ഒരു ഇലൂമിനാറ്റി ആയതുകൊണ്ടല്ല, പുള്ളിയുടെ ലൈഫിൽ നല്ല പ്ലാൻസ് ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഞാൻ ഇങ്ങനെ ചെയ്യണം, ആ സമയത്ത് ഇങ്ങനെ ചെയ്യണം. പിന്നെ പുള്ളിയുടെ ഗോൾസ്, അതായത് ലോങ് ടൈം ഗോൾസ് ആയിരുന്നു. ഇത്ര വർഷത്തിന് ശേഷം ഞാൻ ഇങ്ങനെ ആയിരിക്കുമെന്ന് പുള്ളിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു. അതിനുവേണ്ടി പുള്ളി ട്രൈ ചെയ്തു. പുള്ളി അതിനുവേണ്ടി പഠിച്ചു. എന്തൊക്കെ കാര്യങ്ങളാണ് പുള്ളിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്, പുള്ളിക്ക് എന്തൊക്കെ സ്കിൽസ് വേണോ അതെല്ലാം പുള്ളി അപ്ലൈ ചെയ്തു. പുള്ളിയുടെ ജീവിതത്തിൽ ഒരുപാട് തോൽവികൾ സംഭവിച്ചിട്ടുണ്ട്, വിഷമങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ തളരാതെ പുള്ളി മുമ്പോട്ട് പോയി. അതുകൊണ്ട് പുള്ളി വിജയിച്ചു. അപ്പം ഇലൂമിനാറ്റിയുടെ ആ ഒരു കൺസെപ്റ്റ് എൻലൈറ്റ്മെൻറ്റ്, ഒരു മനുഷ്യൻ അവൻ്റെ ബുദ്ധി എങ്ങനെ
പരിപൂർണമായ അർത്ഥത്തിൽ എങ്ങനെ യൂസ് ചെയ്തു അതിനൊരു ഉദാഹരണം പറഞ്ഞ് പൃഥ്വിരാജ് അങ്ങനെ ആ ഒരു വശം നോക്കിയാൽ ഹീസ് ആൻ ഇല്ലുമിനാറ്റി. അതായത് പുള്ളിയുടെ ആ എൻലൈറ്റ്മെൻറ്റിൽ വന്നു. അപ്പോൾ അതിന് സ്പിരിച്വൽ ജേർണിയിലൊന്നും പോകേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. പുള്ളിയുടെ ആ ഒരു ഇൻ്റലിജൻസിൻ്റെ അല്ലെങ്കിൽ ആ പുള്ളിയുടെ കഴിവിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് പുറത്തെടുത്തു. പുള്ളി അതിനുവേണ്ടി വർക്ക് ചെയ്തു, പുള്ളി അതിനുവേണ്ടി ആക്ഷൻസ് എടുത്തു, പ്ലാൻ ചെയ്തു, ടൈം മാനേജ് ചെയ്തു. അല്ലാതെ നമ്മളെപ്പോലെ സാധാരണക്കാരെ നമ്മളെപ്പോലെ ഈ ഓരോരോ കഥകൾ കേൾക്കും, അയ്യോ അവരെന്താ ഇങ്ങനെ ചെയ്തത്, അവരെങ്ങനെ ചെയ്തു, അവർ ഭാഗ്യവാന്മാരാണ്, അങ്ങനെ നമുക്കൊരു പ്ലാനും ഇല്ല. ഒരു ദിവസം നമുക്ക് ഒന്നിനും ഒരു പ്ലാനും ഇല്ല. നമ്മളിങ്ങനെ പലരുടെയും കഥകൾ കേൾക്കുന്നുണ്ട്, പിന്നെ പറയുമോ പ്ലാൻ ചെയ്ത് ജീവിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷേ ഈ പ്ലാൻ ചെയ്ത് ജീവിക്കുമ്പോൾ അവർക്ക് ഏറ്റവും കിട്ടുന്നതെന്ന് വെച്ചാൽ ടൈമാണ്. ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ നമ്മുടെ നമുക്ക് ആവശ്യമുള്ള ഗോൾസ് നേടണമെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇന്നൊക്കെ ചെയ്യും, എൻ്റെ ഗോൾസ് നേടാൻ ആവശ്യമായ കാര്യങ്ങൾ ഞാൻ ഇന്ന് ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്യും, നാളെ ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ഒരു ഡിസിപ്ലിൻഡായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ടൊക്കെ പോകുമ്പോഴേ ലൈഫ് സക്സസ് ആകത്തുള്ളൂ. അപ്പോൾ ഇലുമിനാറ്റി എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ അതിൻ്റെ നെഗറ്റീവ് സൈഡ്സ് അതായത് നെഗറ്റീവായിട്ട് എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ല വശങ്ങൾ യൂസ് ചെയ്യുക. അപ്പം പൃഥ്വിരാജിൻ്റെ ആ ഒരു സ്റ്റോറിയിൽ അല്ലെങ്കിൽ സക്സസ്സിൽ നിങ്ങൾ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ആ സക്സസ് എങ്ങനെയാണ് പുള്ളി അത് ചെയ്തതെന്ന് നോക്കുക. പുള്ളിക്ക് പ്ലാൻസ് ഉണ്ടായിരുന്നു, പുള്ളി എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തത്, അതൊക്കെ നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ ഇപ്പോഴത്തെ നമ്മുടെ ആവേശം സിനിമയ്ക്കകത്ത് രംഗ, നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ആ ഒരു ക്യാരക്ടർ, അത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ആ പുള്ളി എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതായത് ആ പുള്ളി ചെയ്യുന്നത് തെറ്റാണോ ശരിയാണെന്ന് പോലും ആരും ചിന്തിക്കുന്നില്ല. പുള്ളി പറയുന്ന എല്ലാം കറക്റ്റാണ്. പുള്ളി ഒരു സ്ഥലത്തിരുന്നാൽ മതി, ബാക്കിയുള്ളവരെല്ലാം കൺട്രോൾ ചെയ്യും. ഹി ക്യാൻ ഇൻഫ്ലുവൻസ് എവരിവൺ. അതായത് എന്താ പറയുന്നത്, പുള്ളിക്ക് അത്രമാത്രം കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പം പൃഥ്വിയുടെ കാര്യം എടുത്താൽ പൃഥ്വിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എനിക്ക് ജയിക്കാൻ പറ്റും. പുള്ളിയിൽ ഒരുപാട് വിശ്വസിച്ചു. അതേപോലെ പുള്ളിയെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. തോൽവിയിലൊന്നും നമ്മൾ തളരത്തില്ലെന്നും, അതായത് ഒന്ന് വീണ് പോയാൽ വീണ്ടും എണീറ്റ് ഓടാൻ നമുക്കാവുമെന്നും പുള്ളിയുടെ ജീവിതം വഴി തെളിയിച്ചു. അപ്പം ആവേശം സിനിമയ്ക്കകത്ത് അതൊരു നെഗറ്റീവ് രീതിയിലാണ് പലപ്പോഴും കാണിച്ചിട്ടുള്ളത്. പക്ഷേ ആ രംഗണ്ണ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ എങ്ങനെ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാം, അതാണ് ശരിക്കും ഇല്ലുമിനാറ്റി എന്നുള്ള ആ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആ ഒരു പവർ കൊണ്ട് നമുക്ക് എത്ര പേരെ വേണമെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാം, മനസ്സിലായത്. പക്ഷേ പവർ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ലോകത്തിന് നല്ലതാണ്, നമുക്കും നല്ലതാണ്, എല്ലാവർക്കും നല്ലതാണ്. ആ പവർ നെഗറ്റീവായിട്ട് ഉപയോഗിച്ചാൽ എല്ലാവർക്കും അത് മോശമാണ്, ആപത്താണ്. സോ ആരും ഇല്ലുമിനാറ്റി നമ്മുടെ ഈ ലോകം കീഴടക്കുമോ അല്ലെങ്കിൽ നമ്മളെ കൺട്രോൾ ചെയ്യുക അതിലൊന്നും പേടിക്കാതെ ശരിക്കും ഇല്ലുമിനാറ്റി എന്നുള്ള ആ ഒറിജിനൽ വേർഡിൻ്റെ ആ മീനിങ് എൻലൈറ്റ്മെൻറ്റ് നമ്മൾ സ്വയം വിശ്വസിച്ച് നമ്മളുടെ കഴിവ് പരിപൂർണമായി ഉപയോഗപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണോ വേണ്ടത്, എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി ഓരോ ദിവസവും നമ്മളെ കൊണ്ടാവുന്ന ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ ചെയ്ത് മുന്നേറാൻ ശ്രമിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ പുറത്തങ്ങനെ പലരും പല കാര്യങ്ങൾ നടത്തും, അവർ നിങ്ങളെ കൺട്രോൾ ചെയ്യും, ഇവർ നിങ്ങളെ കൺട്രോൾ ചെയ്യും എന്നൊക്കെ പറയും. പക്ഷേ നമ്മളുടെ ജീവിതത്തിൻ്റെ കൺട്രോൾ എപ്പോഴും നമ്മുടെ കയ്യിലാണെന്ന് ഓർമ്മ വേണം. നമ്മളെപ്പോഴും നമ്മുടെ ഇമോഷൻസിൻ്റെ ഒന്നും പുറകെ പോകാതെ നമ്മുടെ ഗോൾസിൻ്റെ പിന്നാലെ പോവുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് വേണ്ടത് നമുക്ക് തീരുമാനിക്കാം, നമുക്ക് അതിനുള്ള അവകാശമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യുക, ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുക്കുക. ജീവിതത്തിൽ സക്സസ് ആയവരെ നോക്കി വെറുതെ ഇങ്ങനെ കണ്ണ് നട്ടിരിക്കാതെ അവരെന്താണ് ചെയ്യുന്നത് നോക്കുക, അത് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.